ഹലോ ഗൈസ്. അപ്പം കുറേ നാളായി നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. എനിക്ക് ഗസ്റ്റ് ഡിസൈൻ ടീമിൽ റോസി സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അയച്ചു തന്ന പ്രൊഡക്ട്സാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം അതിൻ്റെ അകത്ത് അവരെന്തൊക്കെയാണ് അയച്ചിട്ടുള്ളതെന്ന്. അത് അവരുടെ ന്യൂ റിലീസാണ്. പേപ്പർ പാക്സും അതുപോലെ എംബലിഷ്മെൻറ്റ്സും സ്റ്റിക്കേഴ്സും അങ്ങനെ കുറേ കാര്യങ്ങളാണ് അവർ അയച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് തുറന്നു നോക്കാം അവരെന്തൊക്കെയാണ് അയച്ചിട്ടുള്ളതെന്ന്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് അവരുടെ പാക്കേജ് വന്നിട്ടുള്ളത്. അപ്പം ഞാനിത് ഓൾറെഡി ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണുള്ളതെന്നുള്ളത്. അപ്പം ഞാനിത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അവരെന്തൊക്കെ അയച്ചിട്ടുണ്ട് എന്നുള്ളത്. ഒരു പേപ്പർ പാക്ക് ഉണ്ട്, അതുപോലെ കുറേ എംബലിഷ്മെൻറ്റ്സ് ഉണ്ട്, കുറേ സ്റ്റിക്കേഴ്സും ചിപ്പ് ബോർഡ് സ്റ്റിക്കേഴ്സും ഡൈക്കറ്റ് എലമെൻറ്റ്സും അങ്ങനെ കുറേ കാര്യങ്ങളാണ് അവർ അയച്ചിട്ടുള്ളത്. അപ്പം ഞാൻ 1 by 1 ആയിട്ട് എല്ലാം കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യാതെ അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അയച്ചിട്ടുള്ളതെന്ന്. അപ്പം പിന്നെ കുറേ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ ഡൈക്കട്ട് എലമെൻറ്റ്സും ഒരു 6x6 പേപ്പർ പാക്കുണ്ട്, പിന്നെ ഒരു 12x12 ഇഞ്ച് പേപ്പർ പാക്കും ഇവർ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം ഞാൻ എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട്, കവറിൽ നിന്ന് എടുത്തിട്ട്. ഇനി ഞാൻ 1 by 1 ആയിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണുള്ളതെന്ന്. 12x12 ഇഞ്ച് പേപ്പർ പാക്ക് ഉണ്ട്, അതേപോലെ അതിൻ്റെ തന്നെ 6x6 ഇഞ്ച് പേപ്പർ പാക്കും അവർ കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ പേപ്പർ പാക്സും ഇതിൻ്റെ ഡിസൈൻസൊക്കെ ഞാൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം പേപ്പർ പാക്കിൽ നിന്ന് തുടങ്ങാം. ഇതാണ് ഇവരുടെ പുതിയ കളക്ഷൻ, നർച്ചേർഡ് എന്ന് പറയുന്ന കളക്ഷനാണ്. റോസി സ്റ്റുഡിയോ ആണ് അയച്ചു തന്നിട്ടുള്ളത്. അപ്പം ഞാൻ അവരുടെ ഈ പുതിയ റിലീസിൻ്റെ ഗസ്റ്റ് ഡിസൈൻ ടീമിലാണ് ഉള്ളത്. അപ്പം അവർ പുതിയ റിലീസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് പ്രൊഡക്റ്റ് അയച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് തുറന്നു നോക്കാം ഇതിൻ്റെ ഡിസൈൻസ് എങ്ങനെയാണുള്ളത് എന്നുള്ളത്. ഓക്കെ, സോ ഇതാണ് അവരയച്ചു തന്നിട്ടുള്ള കളക്ഷൻ. അടിപൊളിയായിട്ടുണ്ട്, നല്ല നേച്ചർ ബേസ് ചെയ്തിട്ടുള്ള പേപ്പർ പാക്കാണ് അവർ അയച്ചു തന്നിട്ടുള്ളത്. ഇത് സിംഗിൾ സൈഡഡ് ആണ്. എന്തായാലും നമുക്കൊരു 1 by 1 ആയിട്ട് എല്ലാം നോക്കാം. ഇതാണ് അടുത്ത ഡിസൈൻ വരുന്നത്, ലീവ്സിൻ്റെ. ഇതാണ് വേറൊരു ഡിസൈൻ. നല്ല പീച്ച് കളറിലുള്ള നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ് അല്ലേ, നല്ല ഡിസൈനാണിത്. ഇതൊരു യെല്ലോ ഷെയ്ഡിലുള്ള ഒരു ഡിസൈനാണ്. ഇത് ഗോൾഡ് ഫോയിലിംഗ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതാണ് അടുത്ത ഡിസൈൻ. എല്ലാം നേച്ചർ ബേസ് ചെയ്തിട്ടുള്ള പേപ്പർ ഡിസൈനാണ് കേട്ടോ. ഇതാണ് അടുത്ത ഡിസൈൻ. എല്ലാം ഒരു നേച്ചർ ബേസ് ചെയ്തിട്ടുള്ളൊരു ഡിസൈൻസാണ്. ഈ കളക്ഷൻ്റെ പേര് തന്നെ നർച്ചേർഡ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓർഡർ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു അവർ ഇന്ത്യയിലേക്ക് ഷിപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ്. ഇതിപ്പോൾ ഈ ലൈറ്റിങ്സിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്നറിയില്ല, നല്ല പേസ്റ്റൽ ടൈപ്പ് കളക്ഷനാണ്. അതുപോലെ തന്നെ ഡാർക്ക് കളേഴ്സും ഉണ്ട് ഇതിൻ്റെ അകത്ത്, ഡാർക്ക് ഗ്രീൻ ആയിട്ട് വരുന്നതും. ഇത് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ്. ഇതൊരു ഗ്രേ ആൻഡ് വൈറ്റ് വേർഡിങ് ഉള്ള ഒരു സംഭവമാണ്. ഇത് കുറച്ച് ഡാർക്ക് ഗ്രീൻ പോലത്തെ ഒരു കളറാണ് കേട്ടോ.
ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നല്ല കളറാണ്. ഇതും നല്ല പേസ്റ്റൽ ഷെയ്ഡിലുള്ള ഒരു സംഭവമാണ്. ഇതൊരു വുഡൻ ടെക്സ്ചറുള്ള ഡിസൈനാണ്. ഇതാണ് അടുത്ത ഡിസൈൻ. ഇതാണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ പേപ്പർ പാക്ക് മൊത്തമായിട്ട് നോക്കി. ഇതിൻ്റെ തന്നെ 6x6 ഇഞ്ചാണ് അവർ അയച്ചിട്ടുള്ളത്. അപ്പം അതിനിപ്പം സെപ്പറേറ്റ് ആയിട്ട് തുറന്ന് നോക്കണ്ടല്ലോ, കാരണം സെയിം ഡിസൈൻസാണ് അതിൻ്റെ അകത്തും വരുന്നത്. അത് ഞാൻ കണ്ടോ ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പം ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു 2 ഈച്ച് ആണ്. അപ്പം ഫോയിൽഡ് ഷീറ്റ്സും ഉണ്ട്. കണ്ടോ സെയിം ഡിസൈൻസാണ്. അപ്പം ആദ്യം കാണിച്ച അതിലുള്ള സെയിം ഡിസൈനാണ്, പക്ഷേ 6x6 ഇഞ്ച് സൈസാണ്. ഇനി നമുക്ക് ഇതൊക്കെ നോക്കാം എന്താണ് ഇവർ അയച്ചിട്ടുള്ളതെന്ന്. ഇതിൻ്റെ അകത്ത് കുറേ സംഭവം ഉണ്ട് കേട്ടോ. ഇത് പഫി ഡോട്ട്സ് ആണ്. കണ്ടോ പഫി ഡോട്ട്സ് ആണ്. പിന്നെ 2 ഡൈ കട്ട് എലമെൻറ്റ്സ് ഉണ്ട്, എഫെമെറാസ് ഉണ്ട്. ഇത് സെൻറ്റിമെൻറ്റ്സ് ആണ്, ഇത് എഫെമെറാസ് ആണ്. ഇതിൻ്റെ അകത്താണ് ഫുള്ള് ഈ കളക്ഷൻസ് ഒക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. 154 പീസസ് ഉണ്ട് കേട്ടോ. അതുപോലെ ഇത് സെൻറ്റിമെൻറ്റ്സ് ആണ്, ടാഗ്സ്, ബാനേഴ്സ് അങ്ങനെയൊക്കെ വരുന്ന ഇതാണ് കണ്ടോ. ഈ ഡിസൈൻസൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അടുത്തതൊരു ക്ലിയർ സ്റ്റാമ്പാണ്. ഇത് ഇവരുടെ ചിപ്പ് ബോർഡ് എംബലിഷ്മെൻ്റ് ആണ്. ഒരു 3D ഇതുള്ളത്. നല്ല ഡിസൈൻസാണ്, നല്ല വീടിൻ്റെ ഒക്കെ ആയിട്ടുള്ള. ഓക്കെ, ഇത് ഇവരുടെ അസറ്റേറ്റ് ഡൈക്കട്ട് എഫെമറയാണ്. ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതുപോലത്തത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുകയാണ് ഇത് എങ്ങനത്തെ സംഭവമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ സോ ഇത് അസറ്റേറ്റ് ടൈപ്പാണ്. ഇതേ കണ്ടോ, ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന സംഭവങ്ങളൊക്കെയാണ്. കൊള്ളാം അല്ലേ, നല്ല ഡിസൈൻസാണ്. ഓക്കെ, അടുത്തത് ഇതും എന്താ, ഇത് പഫി സ്റ്റിക്കേഴ്സാണ് കേട്ടോ. പഫി സ്റ്റിക്കേഴ്സാണ്. ഇത് കാർഡ് സ്റ്റോക്ക് സ്റ്റിക്കർ പാക്സാണ്. ഇതിൻ്റെ അകത്ത് 4 ഷീറ്റ് ഉണ്ട് കണ്ടോ. ഇത് സ്റ്റിക്കേഴ്സാണ്. ഇത് ഈ ഡിസൈൻസൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത് കണ്ടോ. ഇത് ഇവരുടെ അടുത്തത് ഇതാണ്. ഇത് ഇവരുടെ ചിപ്പ് ബോർഡ് ആൽഫബറ്റ് സ്റ്റിക്കേഴ്സാണ്. നല്ല ഗോൾഡൻ ഇതൊക്കെ ആയിട്ട് വന്നിട്ടുള്ള സംഭവമാണ്. പിന്നെ ബാക്കിലും ഉണ്ട്, ഫ്രണ്ടിലും ഉണ്ട്. ഓക്കെ, അടുത്തത് പഫി സെൻറ്റിമെൻറ്റ്സ് ആണ്. ഇത് ഒരു ഷീറ്റേ ഉള്ളൂ. ഫുൾ വേർഡിങ്സൊക്കെ ആയിട്ടുള്ള, നല്ല വേർഡിങ്സൊക്കെ ആയിട്ടുള്ള പഫി സെൻറ്റിമെൻറ്റ്സ് ആണ്. ഇത് നമുക്ക് സ്ക്രാപ്പ് ബുക്ക് ചെയ്യുമ്പോൾ നല്ല യൂസ് ആവും കേട്ടോ, ലേ ഔട്ട്സൊക്കെ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഇത് വേറൊരു പഫി സെൻറ്റിമെൻ്റ് ആണ്. ഇത് നല്ല പേസ്റ്റലാണ് കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട്, നല്ല രസമാണ്. ഇത് നമുക്ക് സ്ക്രാപ്പ് ബുക്കിലൊക്കെ യൂസ് ചെയ്യാനായിട്ട്. ഇത് ചിപ്പ് ബോർഡ് ഫ്രെയിംസ് ആണ്. ഓക്കെ, ഫ്രെയിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ വുഡൻ ടൈപ്പിൽ വരുന്ന സംഭവമാണ് കണ്ടോ, ഇതുപോലെ. ഇതും ചിപ്പ് ബോർഡ് എംബലിഷ്മെൻ്റ് ആണ്, റൗണ്ട് ഷേപ്പിലുള്ളതാണിത്. 2 ഷീറ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് റോസീസ് സ്റ്റുഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഇത് വെച്ചിട്ട് എന്തായാലും കുറച്ച് പ്രോജക്റ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും
ഷെയർ ചെയ്യാം. ഒരു ലേഔട്ടും ആൽബോ അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം ആ വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. റോസി സ്റ്റുഡിയോയുടെ പുതിയ കളക്ഷൻ നർച്ചേർഡ് എന്ന് പറയുന്ന പുതിയ കളക്ഷൻ്റെ കിറ്റാണ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതിൻ്റെ പ്രൊജക്ട്സൊക്കെ ആയിട്ട് ഞാൻ വരാം. ഓക്കെ.